കോതമംഗലം ടൗൺ ബേസ്ഡ് ആയിട്ട് നല്ല പ്രീമിയം വീട്, അത് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉള്ളിടത്തുള്ള വീട് നോക്കുന്നവരാണോ എങ്കിൽ ഈ പുറകിൽ കാണുന്ന വീട് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ വീടിന്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇത് ഈ കാണുന്ന പോലെ നല്ല രീതിയിലുള്ള മുറ്റത്തോട് കൂടിയിട്ടാണ് വീട് വന്നിട്ടുള്ളത്. നല്ല ഗാർഡൻ ഏരിയയും നല്ല കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീട് എന്ന് പറഞ്ഞാൽ 2900 സ്ക്വയർ ഫീറ്റ് വീടാണ്. അതും 17 സെന്റ് സ്ഥലത്താണ്ടോ. നെല്ലിമറ്റം ജംഗ്ഷനിലേക്കും അടിവാടിനും 2 കിലോമീറ്ററാണ് ദൂരപരിധി വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡും ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വീടാണ് വന്നിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീടിന്റെ ബാക്കി ഡീറ്റെയിൽ കാണിച്ചു തരാം. ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലുള്ള വഴിയാണോ. രണ്ട് സൈഡിൽ നിന്നും നല്ല വ്യൂ ആണ് വീടിന് വന്നിട്ടുള്ളത്. ആ ഒരു മാസീവ് ലുക്ക് രണ്ട് സൈഡിൽ നിന്നും വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല വലിയൊരു സിറ്റ് ഔട്ട് ആണോ. അതിന്റെ രണ്ട് സൈഡിലും തൂണുകൾക്കൊക്കെ ആയാലും ആ ഒരു ഇഷ്ടിയോട് സമാനമായിട്ടുള്ള ടൈൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് നല്ല നീറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോഴായാലും ഡോറൊക്കെ നോക്കുമ്പോൾ സ്റ്റീൽ ഡോറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിലുള്ള വുഡ് ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ഡോറാണ്. അപ്പോൾ ഉള്ളിലേക്ക് വരാം. കയറി വരുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള ഒരു ഹാളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് തീമിലാണ് വിൻഡോസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു കളർ കോമ്പോയും നല്ല ഭംഗിയുള്ള കളർ കോമ്പോ ആണ് വന്നിട്ടുള്ളത്. ഹാളിൽ നിന്ന് നേരെ ഒരു പാസേജിലൂടെ നമ്മൾ വരുന്നത് വലിയൊരു ഏരിയയിലേക്കാണോ. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഡൈനിങ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ്. ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത്. കിച്ചന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അതിൽ ഓപ്പൺ ടൈപ്പ് കിച്ചണിൽ അതുപോലെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഹൈ ടോപ്പ് ചെയർ ഇട്ടിട്ട് കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് തീമിൽ ഒരു ക്രീം പാറ്റേണോട് കൂടിയിട്ടുള്ള കിച്ചൺ തീമാണ് വന്നിട്ടുള്ളത്. അത് എല്ലാ കബോർഡ് വർക്കും കാര്യങ്ങളും പ്രീമിയം രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ബാക്കിലോട്ടും ഒരു സ്റ്റീൽ ഡോറാണ് കൊടുത്തിട്ടുള്ള. സേഫ്റ്റി സൈഡ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ ഒരു ട്രസ് വർക്ക് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഇവിടെയും ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ കബോർഡ് വർക്ക് ഇട്ടുള്ള പ്രീമിയം ഏരിയ ആണ്. കിച്ചണിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെരുമാറാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു മാസീവ് കിച്ചൺ തന്നെ പറയാം. ഡൈനിങ് ഏരിയയിൽ നിന്ന് സൈഡിലായിട്ടാണ് വാഷേരി കൊടുത്തിട്ടുള്ള നല്ല എസ്തെറ്റിക് ലുക്കിലാണ് കൊടുത്തിട്ടുള്ള. മിററും കാര്യങ്ങളൊക്കെ റൗണ്ട് ഷേപ്പിൽ കൊടുത്തുള്ള ഭംഗി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സൈഡിലായിട്ട് ചെറിയ സീറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്ലൈഡിംഗ് വിൻഡോട് കൂടിയിട്ടുള്ള ഒരു സീറ്റിംഗ് സ്പേസ് അവിടെ വന്നിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ട് തന്നെ. അത് കൂടാണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി ലിവിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് പുറത്തോട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കിണറും കാര്യങ്ങളും വന്നിട്ടുണ്ടോ. അപ്പോൾ അവിടെ നല്ല മനോഹരമായിട്ട് ഗ്രില്ലിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വൈകുന്നേരങ്ങളിലേക്ക് ഇരിക്കാനുള്ള ഒരു നല്ലൊരു സ്പേസ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂം വരുമ്പോൾ കാണാവുന്നതാണ്. നല്ലൊരു കളർ പാറ്റേണിൽ നല്ലൊരു തീമിലാണ് കൊടുത്തിട്ടുള്ളത്. കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. അവിടെ വൈറ്റ് തീമിലുള്ള വിൻഡോസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബെഡ് സൈഡിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിലും നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാണ്ട് നല്ല അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ വരുമ്പോഴായാലും നല്ല ഫിറ്റിങ്സോട് കൂടിയിട്ടുള്ള നല്ല പ്രീമിയം ടോയ്ലറ്റും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. രണ്ടാമത്തെ ബെഡ്റൂം വരുമ്പോഴായാലും കാണാവുന്നതാണ്. വളരെ മനോഹരമായിട്ട് നല്ലൊരു കളർ തീവിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. ബെഡ് ഇടുന്നത് രണ്ട് സൈഡിലും ബെഡിൽ ചാർജ് ചെയ്യുന്ന ചാർജിങ് സ്പോട്ട് ഉൾപ്പെടെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയും നല്ല ഫിറ്റിങ്സോടിട്ട് ടോയ്ലറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടോയ്ലറ്റ് നോക്കുമ്പോഴല്ലേ കാണുന്ന പ്രീമിയം ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും കാണാവുന്നതാണ്. അത് നല്ല വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു പാറ്റേണോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. എല്ലാത്തിനും ആ കളർ തീമുകൾ വളരെ സെലക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. ഇവിടെ നല്ലൊരു കബോർഡ് വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് നോക്കുമ്പോൾ സെയിം നല്ല രീതിയിൽ തന്നെ ഓർഗനൈസ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നാലാമത്തെ ബെഡ്റൂം ഫ്രണ്ട് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നല്ല മനോഹരമായിട്ട് തന്നെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് നല്ല മനോഹരമായിട്ട് കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ടോയ്ലറ്റ് നോക്കുമ്പോഴായാലും കാണാവുന്നതാണ്. നല്ല സെയിം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല അടിപൊളി ഫിറ്റിംഗ്സോടുള്ള ടോയ്ലറ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പൊ ഈ മനോഹരമായിട്ടുള്ള ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. 17 സെന്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റ് വീടാണ്. 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഏറ്റവും പ്രീമിയം രീതിയിൽ തന്നെയാണ് വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കിച്ചണും ബെഡ്റൂംസും എല്ലാം വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന ഫെസിലിറ്റീസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപയാണ്. എക്സ്ചേഞ്ച് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ കോൺടാക്ട് ചെയ്തോ. ഫിനാൻസ് ആവശ്യമുള്ളവർക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.